നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഇന്നും ഡമാൽ ഡമാൽ എന്നാണ് ഇരിക്കുന്നത്. ഒരേ അടിയാണ്. രാവിലെ 23,900 ഇന്നു പിന്നെ ചെന്നു 23,811 വരയ്ക്കും ചെന്നായിരുന്നു. 23,900 താഴെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. 160, 180, 140 ഇതുപോലെ മുകളിലും താഴെയും ചെന്നുകൊണ്ടേയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയും 400 പോയിന്റിൽ തുടങ്ങി ഇന്നും താഴെ ചെന്നിരിക്കുന്നു. മറ്റതിന് വെച്ച് ഏറ്റാൻ നോക്കുന്നു. ഫാർമ ഇന്നും 0.9% ഗില്ലിയാണ്. മറ്റുള്ളൊക്കെ ജസ്റ്റ് ഫ്ലാറ്റ്. ഓട്ടോ ഫ്ലാറ്റ്. IT 0.5% നെഗറ്റീവ്. FMCG 0.4% നെഗറ്റീവ് ആണ്. സ്വർണത്തിന്റെ വില ഗില്ലി പോലെ കയറിക്കൊണ്ടേയിരിക്കുന്നു. 13,500 ചെന്നിരിക്കുന്നു. 14,727 ആണ് 24 ക്യാരറ്റ്. വെള്ളി വന്നിട്ട് 225 ആണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ. ഗോൾഡ് വന്നിട്ട് $4,125 ഒരു ഔൺസിന്. ഷെണ്ണ ഏറി ഇപ്പം 98 ചെന്നിരിക്കുന്നത്. മാർക്കറ്റ് വളരെ തളർന്നാണ് ഇരിക്കുന്നു. രൂപ 96.64 എന്ന് പറഞ്ഞു. 96.68 വരയ്ക്കും ചെന്നായിരുന്നു. ഇപ്പോൾ മാർക്കറ്റിൽ 98 കുറവായിട്ട് ഡോളർ കിട്ടുന്നില്ല. തങ്കമയിൽ 4% കുപ്പുന്നി കയറിയിരിക്കുന്നു. ഹീറോ മോട്ടോർ 4% കയറിയിരിക്കുന്നു. ബജാജ് ഓട്ടോ 2% ഏറിയിരിക്കുന്നു. മാനം 1.8%. മണപ്പുറം മുത്തൂട്ട് 3%. ഡിസെന്റ് 6% ഗാലി. ഡോക്ടർ റെഡ്ഡി 3% ഗാലി. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് 1% ഗാലി. സ്പേസസ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. $135 ഇരുന്നത്. അതായത് IPO പ്രൈസ്. ഇപ്പോൾ അതിനെ അടിച്ച് മാർക്കറ്റ് $115 അതിനെ ഇറക്കിയിരിക്കുന്നു. ഇന്നും വിഴുന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇത് കാരണം മാർക്കറ്റ് വളരെ കഷ്ടത്തിലാണ് ഇരിക്കുന്നത്. ഇന്ത്യയിൽ ഗോൾഡ് ആൻഡ് സിൽവറിൻ്റെ കുരുവി വ്യാപാരം വളരെ നന്നായിട്ട് നടക്കുന്നു. ജനങ്ങൾക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞ് തലവേർ വന്നിട്ട് കുരുവി വ്യാപാരമാണ് ഇപ്പോൾ തുറന്നു വച്ചിരിക്കുന്നത്. ഈ കുരുവി വ്യാപാരം കാരണം ഈ കസ്റ്റംസ് ഓഫീസറിനൊക്കെ കുറച്ച് ഇൻകം കയറും. സിൽവറും ഏറിയിരിക്കുന്നു. സിൽവർ സീഷ്യേഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. ഓൾഡ് സീഷ്യേഴ്സ് മാത്രം 160 ടൺ ആയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്തോരം നടന്നിരിക്കുന്നതെന്ന് നോക്കിക്കോ. 118 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇമ്പാക്റ്റേ ഇരിക്കൂല. മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗോൾഡ് 50 ടൺ കുറഞ്ഞു, 60 ടൺ കുറഞ്ഞു എന്നൊക്കെ പറയുന്നു. ഈ സ്മഗ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വ്യാപാരം വളരെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. RBI മെയ് മാസം മാത്രം $6.1 ബില്യൺ ഡോളർ വെച്ചിരിക്കുന്നു ടു സപ്പോർട്ട് റുപ്പി. ടോട്ടൽ ഓഫ് ഫ്യൂച്ചേഴ്സ് പൊസിഷനിൽ $100 ബില്യൺ ഷോർട്ടിൽ ഇരിക്കുന്നു. ഇതിനെ വെളിയിൽ എടുക്കുന്ന അകത്ത് രൂപ ഇന്നും വീഴും. ഇതിനൊക്കെ NRIക്ക് സ്പെഷ്യൽ ഡെപ്പോസിറ്റ് അയച്ചു. പോലെ സ്പെഷ്യൽ റൂൾസും ഇട്ടായിരുന്നു. അലവർ എവിടെ ചെന്നാലും NRI കൂട്ടമായിട്ട് വരുന്നു. പക്ഷേ NRI കാശ് മാത്രം ഇന്ത്യക്ക് അയക്കുന്നില്ല. ദാജിയുടെ ടേബിളിൽ ഡാൻസ് കളിക്കാൻ ആരും വന്നില്ല. കാശിന് അങ്ങനെ ഇങ്ങനെ പടപടപടന്ന് അയച്ചായിരുന്നു. ഇതിലിരുന്ന് എന്ത് മനസ്സിലാവുമെന്ന് വെച്ചാൽ ഒരുത്തർ ഡാൻസ് ആണെന്ന് തന്നെ കളിയും ഇന്നൊരുത്തർ തന്നെ കൺട്രി എക്കോണമിയിൽ വളരെ നന്നായിട്ട് ആണ്ടുകൊണ്ടിരുന്നെന്ന് പറയാം. അപ്പോൾ വളരെ കഷ്ടത്തിലാണ് ഇരിക്കുന്നു. NRI ഡെപ്പോസിറ്റ് വന്നില്ലെങ്കിൽ ഇന്നും വളരെ പാടാണ്. ഇതിന് ശേഷം റെക്കോർഡ് ലോ ആണ്. 164 യെന്നിൻ്റെ അടുത്ത് എത്തിയായിരുന്നു $1. ബാങ്ക് ഓഫ് ജപ്പാൻ വിലയിനെ കയറ്റണം. ഇത് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നു. ഞാൻ തന്നെ നോക്കുന്നു. ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റും. അതിനുശേഷം അദാനി എന്ത് പറയുന്നു വെച്ചാൽ എപ്പോൾ ഞാൻ റൂളിടാൻ പറഞ്ഞായിരുന്നു. ടാറ്റ സാർ കൂടെ എയർപോർട്ട് വാങ്ങണം എന്ന് ആശിച്ചു. റൂളിനെ മാറ്റി ഇത്ര എയർപ്ലെയിൻ എയർപോർട്ട് എന്ന് പറഞ്ഞ് എല്ലാവരും പ്ലാനെയും മാറ്റി ബോറടിക്കുന്നു. സോ റൂളിനെ ക്യാൻസലായി. സ്പൈസ് ജെറ്റിനെ ഗിഫ്റ്റായിട്ട് ഞാനും കൂടെ എയർലൈൻ ഓണറായിട്ടിരിക്കട്ടെ കുറേ കാലം. എയർലൈൻ ആൻഡ് എയർപോർട്ട് രണ്ടും ഓൺ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. വലിയച്ച എന്നാണ് പറയുന്നത്. പക്കോട എന്നൊരാൾ പറയുമല്ലേ, അതുപോലെയാണ് ഇത്. പക്കോട കൊടുത്തവനാവണം. ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ജന്തർ മന്ദിറിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ പക്കോട കൊടുക്കുവാണെങ്കിൽ ദേഷ്യമായിട്ട് വരും. എന്ത് ചെയ്യണമെന്ന് വലിയച്ഛനെ അറിയുന്നില്ല. പക്കോട കൊടുത്ത് ഈ വായന മൂടുക, ഇല്ല അവിടെ ചണ്ടോടി വാങ്ങുന്നതാ എന്ന് അറിയാതെ അങ്ങനെ ഉറഞ്ഞുകൊണ്ടാണ് വലിയച്ഛനിരിക്കുന്നത്. മാൺസൂൺ ഇന്ത്യയുടെ ഡെഫിസിറ്റ് 22% യൂസ്ഫുൾ കണ്ടിന്യൂ ആകുമെന്ന് പറയുന്നു. 22% ഡെഫിസിറ്റിൽ ഇരിക്കുകയാണെങ്കിൽ മാർക്കറ്റ് എളീക്കത്തില്ല. ഇത് ഏത് ഏരിയയിലാണ് ഡെഫിസിറ്റ് എന്ന് നോക്കണം. ഇത് വന്നിട്ട് ഓവറോൾ നമ്പേഴ്സ് വന്നിട്ട് ആവറേജിനെ മറയ്ക്കും. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കണം. LPG നമ്മളടുത്തില്ല. LPG വന്നിട്ട് 8 ഇയർ ലോ ആയിരിക്കുന്നു. അതായത് റിപ്പോർട്ട്സ്, അതായത് 8 വർഷത്തിൽ നമ്മൾ കാണാതെ അത്രയുമാണ് ഇമ്പോർട്ട് കുറഞ്ഞിട്ടുള്ളത് LPGക്ക്. റൂറൽ അൺഎംപ്ലോയ്മെന്റ് 13 ഹൈക്ക് ചെന്നിരിക്കുന്നു. സ്പൈറ്റ് ഓഫ് ഹയർ വർക്ക് ഫോഴ്സ് ഓഫ് പാർട്ടിസിപ്പേഷൻ അവർക്ക് ജോലി കിട്ടിയില്ല. 72% പ്രോഫിറ്റ് ജമ്പാണ്.
അപ്പോൾ അതിൻ്റെ ബാങ്ക്രപ്റ്റും കുറച്ചിരിക്കുന്നു. ഓവറാൾ നോക്കുമ്പോൾ വളരെ നല്ലതാണ്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും ഏറിയിരിക്കുന്നു. പക്ഷേ ക്ലയൻറ്റ്സ് ഇന്നും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് കാരണമാണ് അതിനടിച്ചിരിക്കുന്നത്. ഡോക്ടർ റെഡ്ഡി ഇൻഫോൾ 69% കുറഞ്ഞിട്ടുള്ളത്. കാരണം യുഎസിൽ ബിസിനസ് പീക്കായിട്ടാണുള്ളത്. സെമി ഗ്ലൂട്ടഡ് പ്രോബ്ലം കാരണം ഒരേ അടി വാങ്ങിയോണ്ടാണ് കിടക്കുന്നത്. ഈ സമയത്തിൽ ഈ 100% ടാക്സ് വേറെ ഇടാൻ പോകുന്നു എന്ന് പറയുന്നു. 100% ടാക്സ് ഇടുവാണെങ്കിൽ എണീക്കുന്നത് വളരെ പാടാവും. അമേരിക്കയ്ക്കും കഷ്ടം, ഇവർക്കും കഷ്ടമാണ്. നെസ്റ്റ്ലെയുടെ Q1 പ്രോഫിറ്റ് 48% ഗ്രോത്ത് എന്ന് പറയുന്നു. എന്തെന്ന് നോക്കിയെങ്കിൽ വോളിയം ഗ്രോത്ത് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇറ്റർണൽ സൊമോട്ടോ എന്ത് പറയുന്നു എന്നാൽ ഇ കോമേഴ്സ് കാരണം ഞങ്ങൾക്ക് റെക്കോർഡ് പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നു. 92 കോടി എന്നാണ് പറയുന്നത്. വളരെ റീസർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ അറിയാം ഇത് സത്യമായില്ല എന്ന്. ഫിസിയൽ ടെക് 730 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയോടെ ഡേറ്റാ സെന്റർ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡേറ്റാ സെന്റർ ഇതിനെ തുടങ്ങിയിരിക്കുന്നു. ഇത് കാരണം 6000 പേരിന് ഹൈ സ്കിൽ ജോബ് കിട്ടും. HCL ടെക് വിശ്വസിക്കുന്നു. ഇന്റൽ വന്നിട്ട് ഡേറ്റാ സെന്റർ ലേ ഓഫ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരന് റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരനെ ജോലിയിൽ നിന്ന് എടുക്കുന്നു. നിയർലി 132,000 എംപ്ലോയീസ് വന്ന് അതിൽ നിന്ന് വെളിയിലാകുന്നു. ആൾറെഡി 11,000 പേരിനെയാണ് ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. ഇന്നും എത്ര ആൾക്കാരെയാണ് ജോലിയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല. ഫെഡറൽ ബാങ്ക് വന്നിട്ട് 17% ലോൺ ഗ്രോത്ത് കാണിക്കുന്നു. TVS മോട്ടോഴ്സ് എന്ത് പറയുന്നു എന്നാൽ നിങ്ങൾക്ക് വരുന്ന വളരെ വലിയ വ്യാപാരങ്ങളൊക്കെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ നിന്ന് വരുമെന്ന് പറയുന്നു. കാരണം നിങ്ങൾ സ്ട്രോങ് ഗ്രോത്ത് 2027 ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, യൂറോപ്പിലൊക്കെ വിൽക്കുമെന്നൊക്കെ പറയുന്നു. സൈഡസ് ലൈഫ് സയൻസസ് റിസൾട്ട് വരുന്ന മുമ്പേ തന്നെ Q1 താഴെ ഇറങ്ങിയിരിക്കുന്നു. അമേരിക്കയിൽ ഒരു കമ്പനീനെ വാങ്ങിയിരിക്കുന്നു. അമേരിക്കയെ വിശ്വസിച്ചാണ് ഇവർ ഇരിക്കുന്നത്. സോ ഇവർ അടിപെടുന്നു. ഇന്ത്യയുടെ ഫാർമ ഇൻഡസ്ട്രി എന്ത് പറയുന്നു എന്നാൽ ട്രംപിൻ്റെ ടാരിഫൊക്കെ തന്നെ ഇൻട്രാക്ടിക്കലാണ്. ഇതിനൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റൂല. ചുമ്മാ പേപ്പർ ട്രേഗർ പോലെ കത്തിക്കൊണ്ട് പോകുന്നെന്ന് പറയുന്നു. ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ സൗദി അറേബ്യയോടൊപ്പം 30 ഇയർ ന്യൂക്ലിയർ ഡീൽ പ്രോഗ്രാം ചെയ്യുമെന്ന് പറയുന്നു. 10 വർഷത്തിന് അമേരിക്കയ്ക്കും സൗദി അറേബ്യയ്ക്കും ഒരു എഗ്രിമെൻ്റ് ഇട്ട് ന്യൂക്ലിയർ ഡീൽ ടൈപ്പ് ചെയ്യുമെന്ന് പറയുന്നു. ഓവറോളാ നോക്കിയെങ്കിൽ മാർക്കറ്റ് വളരെ വീക്കാ തന്നെ ഇരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ വീക്കായിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഏതൊരു അർത്ഥവുമില്ല. സ്വർണത്തിൻ്റെ വില ഏറിയിരിക്കുന്നു. ഗോൾഡിനെ ആര് വാങ്ങുന്നു എന്നാൽ സെൻട്രൽ ബാങ്ക് മാത്രമാണ് വാങ്ങുന്നത്. ഇവർ വാങ്ങുന്നതോറും മറ്റവർക്ക് വാങ്ങുന്ന സ്പേസും കുറയുന്നു. അവരും ഒരുപാട് വാങ്ങുന്നു. ഓവറോളാ നോക്കിയാൽ ബജാജും താഴെ വിളിന്നിരിക്കുന്നു. നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. സോ നിങ്ങൾ ക്ഷമയോട് കാത്തിരുന്ന് സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാം. എത്ര ദൂരം വിടുന്നു അത്ര ദൂരം നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇന്ന് ലഞ്ച് ടൈം വന്നില്ല, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോൾ വരുമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഓവറോളാ ഈ മാർക്കറ്റ് 23,400 പീക്കാവുമെന്ന് പറഞ്ഞത് ഡിസൈസീവ ഉടഞ്ഞിരിക്കുന്നു. 23,800 അടുത്ത് മാർക്കറ്റ് ഇരിക്കുന്നു. ഇവിടെ ഇരുന്ന് മാർക്കറ്റ് റിക്കവർ ആവുന്നത് വളരെ പാടാണ്. ഇൻഫോസിസിന്റെ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് ഇന്ന് വരുന്നു. നാളെ എന്താകുന്നു എന്ന് നമുക്ക് നോക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.